ഇതൊരു സാധാരണ ഫൈറ്റർ ജെറ്റ് അല്ല. ഇത് ഇന്ത്യയുടെ ഭാവിയിലെ എയർ സുപ്പീരിയോറിറ്റി തീരുമാനിക്കാൻ പോകുന്ന ഒരു ഗെയിം ചേഞ്ചർ തന്നെയാണ്. 2035 ആകാശത്ത് ഒരു പുതിയ രാജാവ് ഉയർന്നു പറക്കും. അതെ, അത് തന്നെയാണ് AMCA, ഇന്ത്യയുടെ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ്. പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് സാധാരണ പ്രോജക്റ്റ് അല്ല. ഇന്ത്യ സ്വയം നിർമ്മിക്കുന്ന 5ാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് തന്നെയാണ്, അതും ലോകത്തിലെ ഏറ്റവും കോസ്റ്റ് എഫിഷ്യന്റ് ആയ രീതിയിൽ. ഈ AMCA എന്താണ്, എന്തുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യം ഉണ്ടാകുന്നത്, അതെല്ലാം വളരെ ലളിതമായി തന്നെ പറഞ്ഞു തരാം. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് ഡോട്ടിലേക്ക് സ്വാഗതം. AMCA ഒരു ട്വിൻ എഞ്ചിൻ ഫൈറ്റർ ജെറ്റ് ആണ്. അത് ഏകദേശം 25 ടൺ ഭാരമുള്ള ഒരു മീഡിയം വെയ്റ്റഡ് എയർക്രാഫ്റ്റ് ആയിരിക്കും. ഇതൊരു സാധാരണ ജെറ്റ് അല്ല. ഇതിന്റെ പ്രധാന ശക്തി എന്ന് പറയുന്നത് അതിന്റെ സ്റ്റെൽത്ത് ആണ്, അഥവാ ശത്രുക്കളുടെ റഡാറുകളിൽ പിടിക്കപ്പെടാതെ അകത്ത് കയറി ആക്രമിക്കാൻ കഴിയുന്ന വലിയ കഴിവ്. അതിനുവേണ്ടി നമ്മുടെ ഈ ജെറ്റിൽ ഇന്റേണൽ വെപ്പൺ ബേസ് ഉണ്ടാകും. അതായത് ആയുധങ്ങൾ പുറത്തല്ല, ജെറ്റിന്റെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കുമെന്നതാണ്. ഇത് ജെറ്റിന്റെ റഡാർ സിഗ്നേച്ചർ വളരെ താഴ്ന്ന രീതിയിലാക്കി മാറ്റും. ഇനി മറ്റൊരു വലിയ കാര്യം സെൻസർ ഫ്യൂഷൻ. വിവിധ സെൻസറുകളിൽ നിന്നുള്ള വിവരങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്ത് പൈലറ്റിന് ക്ലിയർ ആയ ഒരു ചിത്രം നൽകും. അത് മാത്രമല്ല AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റങ്ങളും ഇതിൽ ഉണ്ടാകുമെന്നത് എടുത്തു തന്നെ പറയണം. പൈലറ്റിന്റെ ജോലി എളുപ്പമാക്കാനും ഇലക്ട്രോണിക് വാർഫെയറിൽ നിന്നും രക്ഷപ്പെടാനും ഇത് സഹായിക്കും. AMCAയുടെ പ്രധാന റോൾ ഡീപ് സ്ട്രൈക്ക് അഥവാ ശത്രു പ്രദേശത്തിന്റെ ഉള്ളിലേക്ക് കയറി കൃത്യമായ ആക്രമണം നടത്തുക എന്നതാണ്. ഇത് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ശക്തിയെ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകുമെന്നത് നിസ്സംശയം പറയാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഇത്രയും അഡ്വാൻസ്ഡ് ആയ ജെറ്റ് ചെലവ് എത്രയായിരിക്കും? ഇവിടെയാണ് നമ്മുടെ AMCA ജെറ്റ് വേറിട്ട് നിൽക്കുന്നത്. ലോകത്തിലെ പല 5ാം തലമുറ ഫൈറ്റർ പ്രോഗ്രാമുകളും വളരെ അധികം ചെലവ് കാരണം പ്രശ്നങ്ങളിൽ പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ ഈ ഫൈറ്റർ ജെറ്റ് പദ്ധതി വളരെ വ്യത്യസ്തമാണ്. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ഉപയോഗിച്ച് ചെലവ് പങ്കിട്ട് വലിയ രീതിയിൽ ചെലവ് കുറച്ചുണ്ടാക്കുന്ന ഒരു മോഡലാണിത്. അതുകൊണ്ട് തന്നെ ടെക്നോളജിയിലും മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ AMCA ചെലവ് നിയന്ത്രണത്തിൽ ഒരു ബാലൻസ് തന്നെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ടൈം ലൈൻ നോക്കാം. ആദ്യ പ്രോട്ടോടൈപ്പ് 2028 മുതൽ 2029 പുറത്തിറങ്ങും. ആദ്യ പറക്കൽ വരുന്നത് 2029 മനസ്സിലാക്കുന്നത്. പൂർണ്ണമായി എയർഫോഴ്സിൽ എത്തുക 2034 മുതൽ 35 വരെയുള്ള കാലഘട്ടത്തിലായിരിക്കും. ആകെ 126 മുതൽ 150 വരെ ജെറ്റുകൾ നിർമ്മിക്കാനാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം പദ്ധതിയിടുന്നത്. ഇത് ഇന്ത്യൻ എയർഫോഴ്സിന് വലിയൊരു ശക്തി തന്നെ നൽകും. ഇനി എഞ്ചിൻ ഭാഗം നോക്കാം. ആദ്യ വെർഷൻ MK1, ഇത് GE 414 എഞ്ചിൻ ഉപയോഗിക്കും. പ്യുവർ റിലയബിൾ ശക്തമായ എഞ്ചിൻ. പക്ഷേ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. MK2 വെർഷനിൽ ഇത് സ്വന്തം ഡെവലപ്പ് ചെയ്ത് കൂടുതൽ ശക്തമായ എഞ്ചിനാകും ഉപയോഗിക്കുക. അതായത് യഥാർത്ഥ സ്വയം പര്യാപ്തതയിലേക്കുള്ള വലിയ ചുവടുവയ്പ്പാണ് നമ്മുടെ ഇന്ത്യ ആരംഭിച്ചിരിക്കുന്നത്. ഇത് ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യവുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണ്. AMCAയിൽ 75 മുതൽ 90% വരെ ഇന്ത്യൻ കണ്ടന്റ് ഉണ്ടാകുമെന്നതാണ് ലക്ഷ്യമിടുന്നത്. അതായത് ഈ ജെറ്റ് ഇന്ത്യയുടെ തന്നെ ടെക്നോളജി ശക്തിയുടെ പ്രതീകമായി നിലകൊള്ളുമെന്നത് നിസ്സംശയം പറയാൻ സാധിക്കും. ആയുധങ്ങളുടെ കാര്യത്തിലും നമ്മുടെ AMCA ശക്തമാണ്. അസ്ത്ര, MK2, MK3 പോലെയുള്ള അഡ്വാൻസ്ഡ് മിസൈലുകൾ നമ്മുടെ AMCA ഉപയോഗിക്കും. ദൂരം കൂടിയ കൃത്യതയുള്ള ആക്രമണം നടത്താൻ ഇത് വലിയ രീതിയിൽ സഹായിക്കുമെന്നതാണ്. ഇപ്പോൾ ഒരു ചോദ്യമുണ്ട്, AMCA വന്നാൽ എന്ത് മാറ്റം വരും? ഉത്തരം വളരെ ലളിതമാണ്. ഇന്ത്യയുടെ എയർ പവർ ഒരു പുതിയ ലെവലിലേക്ക് ഉയർത്തപ്പെടും. സ്റ്റെൽത്ത്, AI, അഡ്വാൻസ്ഡ് വെപ്പൺസ് ഇവയെല്ലാം ചേർന്നാൽ ഒരു വലിയ ഗെയിം ചേഞ്ചറായി തന്നെ മാറും.